ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. ഇതിപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു സാൻഡ്വിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് ക്യാരറ്റാണ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഇതും കൊണ്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാബേജും ക്യാരറ്റും ഒക്കെ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞാണ്. അപ്പോൾ ഞാൻ 2 കളറിലെ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഗ്രീനും യെല്ലോയും. അപ്പോൾ റെഡ് കളർ ഉണ്ടെങ്കിലും 3 ടേബിൾ സ്പൂൺ അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ കളറില്ല, ഗ്രീൻ മാത്രമേ ഉള്ളെങ്കിൽ ഗ്രീൻ മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി 1/4 കപ്പ് സാലഡ് കുക്കുംബറാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാൻഡ്വിച്ച് ഫില്ലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയണൈസ് ആണ്. ഈ ഒരു ഫില്ലിംഗ് ആണ് നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ചിന് നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മയണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മയണൈസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി വരും, കാണാനൊരു നല്ല ഭംഗി വരും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് രണ്ട് സ്ലൈസിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബട്ടറൊക്കെ തേക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടെ സാൻഡ്വിച്ചിനൊരു നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ബട്ടറൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഫില്ലിങ് ഒരു ബ്രെഡിൻ്റെ ഒരു സ്ലൈസിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവനായിട്ട് എല്ലായിടവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഇതൊന്ന് അടയ്ക്കാം. എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കാനാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്